നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാങ്കുറിശ്ശിയിൽ വയോധികയെയും ഭർതൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർതൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന് പോലീസ്. വടക്കഞ്ചേരി കാഞ്ഞിരക്കോട് വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. ഫോറസ്റ്റ് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മുള്ളൂർക്കര ആറ്റൂരിൽ തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് CPM ഏരിയ കമ്മിറ്റിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് ഗൾഫ് മേഖല നിയന്ത്രണത്തിലാക്കാനുള്ള അമേരിക്കയുടെ ഗൂഢാലോചനയ്ക്കെതിരെ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO. ഷൊർണൂരിൽ പ്രതിഷേധ ധർണ. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എന്ന് അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണം എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ച് അവ്യക്തത. ആശുപത്രി പ്രവർത്തനം അസൗകര്യങ്ങളോട് മല്ലിട്ട്. വാർത്തകൾ വിശദമായി. മാങ്കുറിശ്ശിയിൽ വയോധികയെയും ഭർതൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർതൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മാങ്കുറിശ്ശി പങ്കജ് നിവാസിൽ പരേതനായ വാസുവിന്റെ ഭാര്യ 83 വയസ്സുള്ള പങ്കജം, ഭർതൃ സഹോദരൻ 80 വയസ്സുള്ള രാജൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജനെ വീടിന്റെ മുകളിലെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും പങ്കജത്തെ കിടപ്പുമുറിയിൽ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: പങ്കജത്തെ കിടപ്പുമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാജൻ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. മധ്യപ്രദേശിലെ ഭിലായിലായിരുന്ന ഇവർ വർഷങ്ങളായി മാങ്കുറിശ്ശിയിലെ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. പങ്കജത്തിൻ്റെ മരുമകളും ഇവരുടെ കൂടെ താമസിക്കുന്നുണ്ട്. ദുബായിൽ ജോലി ചെയ്തിരുന്ന മകൻ രാജേഷ് കഴിഞ്ഞ ദിവസം മാങ്കുറിശ്ശിയിലെ വീട്ടിലെത്തിയിരുന്നു. രാജേഷും ഭാര്യയും തമിഴ്നാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ഇരുവരുടെയും മരണം. തൃശ്ശൂരിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വ്യാഴാഴ്ച വീട്ടിലെത്തിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. വടക്കഞ്ചേരി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. തഹസിൽദാർ സ്ഥലത്തെത്തി മാത്രമേ മൃതദേഹം ഇറക്കാൻ അനുവദിക്കൂ എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ 3 പേരെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ മിഥുൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാനസിക ടെൻഷനിലും ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയാണ് മിഥുനുണ്ടായിരുന്നത്. മിഥുൻ്റെ ഫോൺ അവർ മേടിച്ച് വയ്ക്കുകയുണ്ടായി. ഫോൺ അവർ പിന്നീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫോൺ അവൻ ചെന്ന് ചോദിച്ച സമയത്ത് കൊടുക്കുകയുണ്ടായില്ല. അതിൻ്റെയും ആകെ ടെൻഷനിലാണ് ഈ മിഥുൻ ആകെ ഒരു ലോൺ എടുത്ത് കടം മേടിച്ചാണ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചത്. ആ ഓട്ടോറിക്ഷ മേടിച്ച് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ ഇന്നലെ രാത്രി 11 മണി മുതലേ അവൻ മിസ്സിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും ഈ പ്രദേശം മുഴുവൻ തെരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിൽ നിന്നും അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ അവനെ കാണപ്പെടുകയുണ്ടായത്. ഇപ്പോൾ അവൻ അത്രയും മനോവിഷമത്തിലായിരുന്നുണ്ടായത്. കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല, ഒരു 3 മാസം മുന്നേ മേടിച്ച 1 കിലോ പന്നിയിറച്ചി മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം അവൻ പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവരെ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതിനാണ് അവരെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്ന് പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കര ആറ്റൂർ ആശ്രംകുണ്ടിന് സമീപം ഭഗവതി കുന്നത്ത് പരേതനായ മുണ്ടന്റെ മകൻ 51 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്.
ആറ്റൂർ ഭഗവതികുന്നത്ത് പരേതനായ മുണ്ടൻ്റെ മകൻ BM രാധാകൃഷ്ണൻ വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് 51 വയസ്സുള്ള രാധാകൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളും ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പനും പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് SI നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. രാവിലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ മുണ്ടൻ മകൻ രാധാകൃഷ്ണൻ മരിച്ചതായി വിവരം ലഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കിടക്കുന്ന മുറിയിൽ കട്ടിലിൽ കിടക്കുന്നതായി കണ്ടു. അപ്പോൾ സഹോദരനായ മണികണ്ഠൻ ആദ്യം വിളിച്ചപ്പോഴാണ് മരിച്ചതായിട്ട് കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ തന്നെ ചെറുതുരുത്തി പോലീസ് SI അവർക്ക് നിഖിൽ എന്ന SIയെ വിവരറിയിക്കുകയും നാട്ടുകാരായ എല്ലാ സഹപ്രവർത്തകരെയും വിളിച്ചുകൊണ്ട് പ്രദേശത്ത് വന്നുകൊണ്ട് നമ്മളത് നോക്കി. അതിനുശേഷം പോലീസ് ഇവിടെ നിരീക്ഷണം നിൽക്കുകയും തൃശ്ശൂരിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സ്മിതയാണ് ഭാര്യ. മകൾ കാർത്തിക. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ എറണാകുളം സ്വദേശിയെ PIT NDPS ചുമത്തി തടങ്കലിലാക്കി. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതി എറണാകുളം വാത്തുരുത്തി നികരത്തിൽ ബിനുവിനെതിരെ നടപടി സ്വീകരിച്ചത്. നിരവധി ലഹരി വിൽപ്പന, ലഹരിക്കടത്ത് കേസുകളിലെ പ്രതിയാണ് എറണാകുളം വാത്തുരുത്തി സ്വദേശിയായ നികരത്തിൽ വീട്ടിൽ വിനു എന്ന് വിളിക്കുന്ന ആന്റണി. 1 വർഷത്തേക്കാണ് ആന്റണിയെ കരുതൽ തടങ്കലിൽ അടച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ NDPS ആക്ട് പ്രകാരം അതിമാരക മയക്കുമരുന്ന് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ CL ഷാജുവാണ് പ്രതിയെ 1 വർഷത്തേക്ക് PIT NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനായി തൃശൂർ സിറ്റി പോലീസ് മേധാവിക്ക് പ്രപ്പോസൽ സമർപ്പിച്ചത്. തുടർന്ന് സിറ്റി പോലീസ് മേധാവി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ PIT NDPS ആക്ട് പ്രകാരം 1 വർഷക്കാലത്തേക്ക് കരുതൽ തടങ്കിൽ പാർപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ഈ പ്രപ്പോസൽ അനുസരിച്ച് കരുതൽ തടങ്കലിന് ഉത്തരവാവുകയും ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അന്വേഷണ സംഘത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ KO പ്രദീപ്, SI എബ്രഹാം, മുഹമ്മദ് ഷാഫി, SCPO പ്രശാന്ത്, CPO കിഷാൽ, മോഹൻകുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സിന് മുന്നോടിയായി ഈസ്റ്റ് ഒറ്റപ്പാലത്തു നിന്ന് പ്രകടനം ആരംഭിച്ചു. ചുനങ്ങാട് റോഡിന് സമീപം പ്രകടനം സമാപിച്ചു. സദസ്സ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഇരുന്നാൽ നാളെ എൻ്റെയും നിങ്ങളുടെയും സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ അവരുടെ വിലപ്പെട്ട ജീവനും അവരുടെ സമ്പത്തും അവർ നാളിതുവരെ സമാഹരിച്ച എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. സാമ്രാജ്യത്വത്തിന് കണ്ണിൽ ചോരയില്ല എന്ന് നമ്മുടെ ലോകവും നാടും തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തൊണ്ട നനക്കാൻ, ഒരു തുള്ളി കുടിനീരിനു വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന സമയത്താണ് ഇസ്രയേലും ഷെല്ലാക്രമണം നടത്തി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K സുരേഷ്, K ഭാസ്കരൻ, MIA റസാഖ്, P സിന്ധു, പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് കരുത്താവുന്ന ഗൾഫ് മേഖലയിലേക്കും പാലസ്തീനിലേക്കുമുള്ള അമേരിക്കയുടെ കടന്നാക്രമണത്തിനെതിരെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO. ഷൊർണൂർ തപാൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഓർഗനൈസേഷൻ പ്രതിഷേധ ധർണ നടത്തി. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് FNPO ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷൊർണൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം ഡിവിഷന് കീഴിൽ വരുന്ന ഷൊർണൂർ തപാൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, സമസ്ത മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാർ സംഘപരിവാറുകളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അടച്ചുപൂട്ടി സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഡിവിഷൻ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബാലകൃഷ്ണൻ, ബാൽദേവ്, മെഹബൂബ്, ഷംനാഥ്, മുകുന്ദൻ, ജയരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിലെ അതിജീവനം വളണ്ടിയർമാർക്ക് യൂണിഫോമും കിറ്റും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം ബ്ലോക്കിൽ മാത്രമുള്ള ജീവിതശൈലി രോഗനിയന്ത്രണ പ്രൊജക്റ്റാണ് അതിജീവനം. ഇതുപ്രകാരം ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്ത് പ്രദേശത്തെ പട്ടികജാതി കോളനികളിലെ 60 വയസ്സ് കഴിഞ്ഞവരെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുന്ന 35 അതിജീവനം വളണ്ടിയർമാർക്കാണ് യൂണിഫോമും കോട്ടും കിറ്റും വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഡോക്ടർ MA സിന്ധു പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ M പ്രമോദ് സ്വാഗതവും PK ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടം ഓർമ്മയാകുന്നു. പുതിയ കെട്ടിടം പണിയുന്നതിനാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത്. ഗ്രാമീണ ആതുര സേവനത്തിന്റെ ചരിത്രം സ്പന്ദിക്കുന്ന കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കത്തിൽ നാശോന്മുഖമായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ്. പഴയ ഓടിട്ട കെട്ടിടം ഇനി ഓർമ്മ. നിത്യേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിമിതമായ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ്. രോഗികൾക്ക് ഇരിക്കുന്നതിന് പോയിട്ട് നിൽക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്തിയിട്ടുമില്ല. അതിനു മുമ്പേ ആശുപത്രി പ്രവർത്തനം ഇവിടേക്ക് മാറ്റുകയായിരുന്നു. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഓഗസ്റ്റ് മാസം 18-ന് ടെൻഡർ നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റിയാലും സൗകര്യപ്രദമായ പുതിയ കെട്ടിടം എന്ന് യാഥാർത്ഥ്യമാകുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രസവ കേസുകളും കിടത്തി ചികിത്സാ സൗകര്യവും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ SN കോളേജിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P രജനി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ്, ഭൂമിത്ര സേനാ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ P രജനി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ട വിളവെടുപ്പിൽ ഏകദേശം 5 കിലോ ചെണ്ടുമല്ലിപ്പൂക്കൾ ലഭിച്ചു. ചടങ്ങിൽ ഭൂമിത്ര സേനാ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ നീരജ, സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുഴൽമന്ദം തേങ്കുറിശി ശബരി VLAM സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീടൊരുക്കി സഹപാഠികളും അധ്യാപകരും. വീടിന്റെ താക്കോൽദാനം സെപ്റ്റംബർ 20-ന് നടത്തുമെന്ന് പ്രധാനാധ്യാപിക PR ഗീത പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരി ആശ്രമത്തിന്റെ ചാരിറ്റി പിന്തുടർന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മുൻ അധ്യാപകരും ഒരുമിച്ചതോടെയാണ് തേങ്കുറിശി മക്കുരമ്പറമ്പ് രാജേഷ് നിഷ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. 8 ലക്ഷത്തോളം രൂപ ചെലവിൽ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗിയായ രാജേഷിൻ്റെ ചുറ്റുപാടുകൾ, മക്കളുടെ പഠന നിലവാരം എന്നിവ വിലയിരുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 1200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിലാണെന്നും പ്രധാനാധ്യാപിക PR ഗീത പറഞ്ഞു. പരസ്പര സഹകരണം, മാനവികത, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സഹാനുഭൂതി, അങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ വളർത്തി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് ഇതിന് പ്രചോദനമായത് ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത്. ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങളും പ്രവൃത്തികളാണ് ഞങ്ങൾ ഇതിന് മുന്നോട്ട്. ഇപ്പോഴും തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ബസ് യാത്രാ സൗകര്യം സൗജന്യമാണ്. അതുപോലെ ട്രസ്റ്റ് സൗജന്യമായിട്ട് നോട്ട്ബുക്കുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്.
അതുപോലെ യോഗ, ബാൻഡ് പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം ഒക്കെ തന്നെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. PTA പ്രസിഡന്റ് M. ശാന്തകുമാരൻ, മദർ PTA പ്രസിഡന്റ് K. പ്രജിത, അധ്യാപകൻ B. മനോജ് നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാങ്കുറിശ്ശിയിൽ വയോധികയെയും ഭർത്തൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന് പോലീസ്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. ഫോറസ്റ്റ് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മുള്ളൂർക്കര ആറ്റൂരിൽ തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് CPM ഏരിയ കമ്മിറ്റിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് ഗൾഫ് മേഖല നിയന്ത്രണത്തിലാക്കാനുള്ള അമേരിക്കയുടെ ഗൂഢാലോചനയ്ക്കെതിരെ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO. ഷൊർണൂരിൽ പ്രതിഷേധ ധർണ. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എന്ന് അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണം എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ച് അവ്യക്തത. ആശുപത്രി പ്രവർത്തനം അസൗകര്യങ്ങളോട് മല്ലിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.